4 കോടിയിലധികം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് പൊളിയുന്നതായി പരാതി. കോഴിക്കോട് മുക്കം ഓടത്തെരുവിലെ റോഡുകൾ ഭാഗികമായി പൊളിഞ്ഞതിനെ തുടർന്ന് അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ അപാകതകൾക്കെതിരെ വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഓടത്തെരുവ് റോഡ് ഭാഗികമായി പൊളിയുന്നത്. താൽക്കാലിക പ്രവൃത്തി നടത്തി അധികൃതർ മുങ്ങുകയായിരുന്നെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. റോഡ് നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് വിജിലൻസ് പരിശോധന നടത്തുകയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നവീകരണ പ്രവൃത്തിക്ക് ശേഷവും സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് റോഡ് താഴ്ന്നുപോയ നിലയിലാണ്. താഴ്ന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചുമാറ്റാതെ ഇതിനു മുകളിൽ ടാർ ഒഴിച്ച് പ്രവൃത്തി നടത്തുകയായിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം, പ്രവൃത്തിയുടെ ഗുണനിലവാരക്കുറവ്, വീതി കുറവ്, ഗുണനിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെ നിരവധി പരാതികളാണ് ഉയരുന്നത്. പ്രധാന ജംഗ്ഷനുകളുടെ സൗന്ദര്യവൽക്കരണം, തെരുവ് വിളക്കുകൾ തുടങ്ങി അത്യാധുനിക സംവിധാനത്തോടെയാണ് റോഡ് നിർമ്മാണം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഫലം മറ്റൊന്നാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.